ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിലെ പഴക്കം ചെന്ന വളരെയധികം ലെഗസിയുള്ള ബിസിനസ് ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. ഓട്ടോമോട്ടീവ്, IT, സ്റ്റീൽ, ഹോട്ടൽ തുടങ്ങി ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്ലോമറേറ്റാണ് ടാറ്റ ഗ്രൂപ്പ്. ഇപ്പോൾ ബിസിനസ് രംഗത്തുള്ള എത്തിക്കൽ പ്രാക്ടീസസ് അഥവാ ധാർമ്മികമായിട്ടുള്ള അതിൻ്റെ മൂല്യങ്ങൾ കീപ്പ് ചെയ്യുന്നതിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന, ഇന്ത്യയിൽ വളരെയധികം റെപ്യൂട്ടേഷനുള്ള, പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയും, ഇപ്പോൾ 2025 ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്നും അതുപോലെ അതിനെ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും നമ്മൾ സമീപിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകൾ നമ്മൾ NSEയിലോ BSEയിലോ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 22 കമ്പനികൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ 22 സ്റ്റോക്കുകളുടെ 1 ഇയർ ടൈം ഫ്രെയിമിലും അതുപോലെ 3 മന്ത്സിൻ്റെ ടൈം ഫ്രെയിമിലുമുള്ള ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നല്ല റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം നൽകിയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് 135% റിട്ടേൺ നൽകിയിരുന്നു. ഇന്ത്യൻ ഹോട്ടൽസ് 97% റിട്ടേൺ നൽകിയിരുന്നു. TRF 86% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ വോൾട്ടാസ് 73% റിട്ടേൺ നൽകിയിട്ടുണ്ട്. നെൽക്കോ 66% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ 61%, തേജസ് നെറ്റ്വർക്ക് 43%, ഓറിയൻ്റൽ ഹോട്ടൽസ് 40%, ടാറ്റ പവർ 22%. അങ്ങനെ നല്ല റിട്ടേൺ നൽകിയ പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഒരു വർഷത്തെ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ. അതേപോലെ അവിടെ തന്നെ ലോസിൽ പോയിട്ടുള്ള കമ്പനികളുമുണ്ട്. ഇപ്പം ടാറ്റ കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവിലാണ്, ടാറ്റ കെമിക്കൽസ് നെഗറ്റീവിലാണ് നമുക്ക് കാണാൻ കഴിയുക, ടൈറ്റാൻ നെഗറ്റീവിലാണ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് നെഗറ്റീവിലാണ്, ടാറ്റ ടെലി സർവീസസ് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതുപോലെ ടാറ്റ LXC നെഗറ്റീവ് റിട്ടേൺ ആണ്, ടാറ്റ ടെക്നോളജീസ് നെഗറ്റീവ് റിട്ടേൺ ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു റിട്ടേൺ ആണ് നമുക്ക് 1 ഇയറിൽ കാണാൻ കഴിയുക. ഇനി നമ്മളൊരു 3 മന്ത്സിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ പല ടാറ്റ സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പോസിറ്റീവ് റിട്ടേൺ നൽകിയ വളരെ കുറച്ച് സ്റ്റോക്കുകളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒന്ന് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്, അതേപോലെ നെൽക്കോ, അതുപോലെ ഓറിയൻ്റൽ ഹോട്ടൽസ്, താജ് GVK ഹോട്ടൽസ് തുടങ്ങിയ 3-4 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവിൽ കഴിഞ്ഞ 3 മാസം ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 3 മാസം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം വളറ്റിലിറ്റി പ്രകടിപ്പിച്ച മാസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടാറ്റ സ്റ്റോക്കുകളും അതേ രീതിയിലുള്ള ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രകടനം ഷോർട്ടർ ടൈം ഫ്രെയിമിലും ലോങ്ങർ ടൈം ഫ്രെയിമിലും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ധാരാളം സംശയങ്ങളും, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ട, അടുത്ത വർഷം എങ്ങനെയായിരിക്കും തുടങ്ങിയ കൺഫ്യൂഷൻസ് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരമൊരു കൺഫ്യൂഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു അപ്രോച്ചാണ് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ആ കോർപ്പറേറ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് NSEയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ടാറ്റ 25 ക്യാപ് ഇൻഡെക്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ടാറ്റയുടെ 10 കമ്പനികളാണുള്ളത്. അപ്പോൾ ഒരു കമ്പനിക്കും 25% ആ ഒരു റേഞ്ചിലായിരിക്കും മാക്സിമം അലോട്ട്മെൻറ്റ് കൊടുക്കുക. ബാക്കിയുള്ള സ്റ്റോക്കുകൾക്ക് അതാതിൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വെയിറ്റേജ് ആണ് NSEയിൽ ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 10 സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുന്ന ETF-കളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അത്തരം ETF-ഓ മ്യൂച്വൽ ഫണ്ടോ ഈ ഒരു ടാറ്റ 25 ക്യാപ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയുമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ ടാറ്റ കൺസൾട്ടൻസിക്കാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്, 27%. അതുപോലെ ടാറ്റ മോട്ടോഴ്സിന് 14%, ട്രെൻഡിന് 13%, അതുപോലെ ടൈറ്റാൻ 11%, ടാറ്റ സ്റ്റീൽ 10%, അതുപോലെ ടാറ്റ പവറിന് 6%, ടാറ്റ ഹോട്ടൽസ് 6%, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് 5%, വോൾട്ടാസ് 3%, ടാറ്റ LXC 2%. ഇതൊക്കെയാണ് അതിലെ 10 സ്റ്റോക്കുകളും അതിൻ്റെ വെയിറ്റേജും. ഏതായാലും ETF-ഉം മ്യൂച്വൽ ഫണ്ടുകളും അവൈലബിൾ ഇല്ല എങ്കിൽ നമുക്ക് ഇതിനോട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതേപോലെ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. കാരണം ഈ സ്റ്റോക്കുകൾ ക്വാർട്ടർലി റീബാലൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ NSE ഓരോ 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് ചേഞ്ച് ചെയ്യാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച്. അതേപോലെ ഇതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ചിലപ്പോൾ ചില സ്റ്റോക്കുകൾ ഒഴിവാക്കിയിട്ട് വേറെ ടാറ്റ സ്റ്റോക്കുകൾ ഇതിലേക്ക് വരാം. അപ്പോൾ അത്തരം റീബാലൻസിങ് നടക്കുമ്പോൾ നമ്മളും റീബാലൻസ് നടത്തുക. ആ രീതിയിൽ ഇതിനെ കോപ്പി ചെയ്തുകൊണ്ടാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കറണ്ട് വെയിറ്റേജ് വെച്ച് നമ്മൾ എത്ര സ്റ്റോക്കുകൾ വാങ്ങണം എന്ന് നമുക്ക് സ്മോൾ കേസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ
NSE കൊടുത്തിട്ടുള്ള വെയിറ്റേജ് അനുസരിച്ച് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ടൈറ്റാൻ്റെ നമ്മൾ 12 സ്റ്റോക്കുകൾ വാങ്ങണം, ടാറ്റ എലക്സിയുടെ 1 സ്റ്റോക്ക് വാങ്ങിയാൽ മതി, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ 20 സ്റ്റോക്കുകൾ വാങ്ങണം, ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ 24 സ്റ്റോക്കുകൾ വാങ്ങണം, വോൾട്ടാസിൻ്റെ 7 സ്റ്റോക്കുകൾ വാങ്ങണം, ടാറ്റ സ്റ്റീലിൻ്റെ 254 സ്റ്റോക്കുകൾ വാങ്ങണം, ടാറ്റ മോട്ടോഴ്സിൻ്റെ 67 സ്റ്റോക്കുകൾ, ടാറ്റ പവറിൻ്റെ 52 സ്റ്റോക്കുകൾ, ട്രെൻഡിൻ്റെ 6 സ്റ്റോക്കുകൾ, ടാറ്റ TCSൻ്റെ 23 സ്റ്റോക്കുകൾ. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങേണ്ടത്. സ്റ്റോക്കുകൾ അതേപോലെ കോപ്പി ചെയ്ത് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ട ആ ഒരു വെയിറ്റേജ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ ഏകദേശം ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 3,41,000 രൂപയോളം ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റൊരു അപ്രോച്ച് നമുക്കുള്ളത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് പ്രധാനമായിട്ടും ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്തതും അൺലിസ്റ്റ് ചെയ്തതുമായ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രം ചെയ്യുന്ന, എന്നിട്ട് അതിൻ്റെ ഡിവിഡൻഡ് കൊണ്ടും അതിൻ്റെ റിട്ടേൺ കൊണ്ടും മാത്രം റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ടാറ്റയുടെ ഒരു പ്രസ്റ്റീജിയസ് കമ്പനി കൂടിയാണിത്. അപ്പോൾ ഇവർ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക കൂടാതെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി കൂടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ചെയർമാനായിട്ട് നമുക്ക് കാണാൻ കഴിയുക മിസ്റ്റർ നോയൽ ടാറ്റയാണ്. അപ്പോൾ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനിലെ ഏകദേശം 70% ടാറ്റ സൺസിനാണ് ഹോൾഡിംഗ് എങ്കിൽ, അതുപോലെ ടാറ്റ പവർ കമ്പനിക്ക് 1.5% ഹോൾഡിംഗ് ഉണ്ട്, ടാറ്റ കെമിക്കൽസിനുണ്ട്, ടാറ്റ സ്റ്റീലിനുണ്ട്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിനുണ്ട്, ട്രെൻഡിനുണ്ട്, അതുപോലെ രത്തൻ ടാറ്റയുടെ വേറൊരു ട്രസ്റ്റിന് ഇതിൽ ഹോൾഡിംഗ് ഉണ്ട്, ട്രെൻഡ് ബ്രാൻഡ്സിനുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമുക്ക് പ്രൊമോട്ടർ ലിസ്റ്റിൽ കാണാൻ കഴിയുക. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കറണ്ട് പ്രൈസ് റേഞ്ച് ഏകദേശം 6,700 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ കറണ്ട് പ്രൈസും ബുക്ക് വാല്യൂയും തമ്മിലുള്ള അന്തരം നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ കറണ്ട് പ്രൈസിനേക്കാൾ കൂടുതലാണ്. ബുക്ക് വാല്യൂ കൂടുതലുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ട് അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ അസറ്റുകൾ കമ്പനിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കമ്പനി പിരിച്ചുവിടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പനി ഒരു റിസ്ക് എലിമെൻറ്റ് തീരെ ഇല്ലാത്തൊരു കമ്പനിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ടാറ്റ കമ്പനികളിൽ അവർ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ട്രെൻഡിൽ 4% ഹോൾഡിംഗ് ഉണ്ട്, ടൈറ്റാനിൽ 2% ഹോൾഡിംഗ് ഉണ്ട്, ടാറ്റ കൺസ്യൂമറിൽ 4% ഹോൾഡിംഗ് ഉണ്ട്, ടാറ്റ കെമിക്കൽസിൽ 5% കൂടുതൽ ഹോൾഡിംഗ് ഉണ്ട്, വോൾട്ടാസിൽ 3% ഉണ്ട്, ഇന്ത്യൻ ഹോട്ടൽസിൽ 1% മുകളിലുണ്ട്, ടാറ്റ മോട്ടോഴ്സിൽ 0.3%, ടാറ്റ എലക്സിയിൽ 1.69%, ടാറ്റ സ്റ്റീലിൽ 0.34%, ടാറ്റ കൺസൾട്ടൻസിയിൽ 0.03%. അപ്പോൾ ഈ രീതിയിൽ ടാറ്റ കമ്പനികളിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ന്യൂസ് വന്നിരുന്നു. ഇതൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ന്യൂസാണ്. അതായത് ടാറ്റ ക്യാപിറ്റൽ എന്ന് പറയുന്ന പുതിയൊരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അതിൻ്റെ ഒരു IPO വരാൻ പോവുകയാണ്. ഏകദേശം 15,000 കോടിയുടെ വലിയൊരു IPO ആണത്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഹോൾഡിംഗ് ഉള്ളത് ടാറ്റ സൺസിനാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു, ടാറ്റ സൺസിന് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനിൽ ഏറ്റവും അധികം ഹോൾഡിംഗ് ഉള്ളത് ടാറ്റ സൺസ്, ഏകദേശം 70% ഹോൾഡിംഗ് അവർക്കുണ്ട്. അതേ ടാറ്റ സൺസ് തന്നെയാണ് ഈ ടാറ്റ ക്യാപിറ്റലിലും ഹോൾഡിംഗ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനിൽ വലിയൊരു ജമ്പ് കഴിഞ്ഞ ദിവസം, ഒരു 12% ജമ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടാറ്റ ക്യാപിറ്റലിൻ്റെ ഒരു IPOയും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണാവുന്നതാണ്. അതങ്ങനെയാകുമ്പോൾ NBFCകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പറ്റേറ്ററായിട്ട് ജിയോ ഫൈനാൻഷ്യൽസിനും ബജാജ് ഫൈനാൻസിനും വരാൻ പോകുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വരാൻ പോകുന്ന 2025 വളരെയധികം അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ഇയർ ആയിരിക്കുമെന്ന് പൊതുവേ കണക്കൂട്ടപ്പെടുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് തീർച്ചയായിട്ടും ടാറ്റയിൽ ഈ രീതിയിൽ നമുക്ക് ടാറ്റ ഗ്രൂപ്പ് കമ്പനികളുടെ ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലോ അതല്ലെങ്കിൽ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ പോലെയുള്ള ഹോൾഡിംഗ് കമ്പനിയിലോ നമ്മുടെ അലൊക്കേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരമെന്ന് തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.